ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് 250 ml കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലോട്ട് വെക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് പഞ്ചസാര ഉരുകി വരാൻ തുടങ്ങും. അപ്പോൾ പഞ്ചസാര ഉരുകി വരാൻ തുടങ്ങുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായി ഇതുപോലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഒരല്പം മാറി നിന്നിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കയ്യിലേക്ക് ഇത് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് കുറച്ച് തിക്കായിട്ട് വരണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റോളം ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തുമ്പോഴേക്കും ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ബാക്കിയുള്ള കാരമൽ സിറപ്പിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഓറഞ്ച് ജ്യൂസിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജാം ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ ജാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് ചെറി കട്ട് ചെയ്തത്. പിന്നെ ഒരു 1/4 കപ്പ് ഈന്തപ്പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്, അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബദാമും കാഷ്നട്ടും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓറഞ്ച് ജ്യൂസ് ഇതിലെല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലൊഴിച്ചു കൊടുത്ത ജ്യൂസൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താം. അതേ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കട്ടിയാകും, അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു തവണ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഒട്ടും തന്നെ വെള്ളമയമില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം.
റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം കേട്ടോ എടുക്കാനായിട്ട്. ഫ്രിഡ്ജിലിരിക്കണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ പ്ലം എസൻസ്, 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആദ്യമേ മാറ്റി വെച്ച കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ച മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ തവണയും ചേർത്ത് കൊടുക്കുന്ന മൈദപ്പൊടി ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം വേണം അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മുഴുവൻ മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലും താഴെയും ഓയിലൊക്കെ തടകി ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 3-4 തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മൂടി 180 ഡിഗ്രിയിൽ 90 മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ടൈമിന് വ്യത്യാസം ഉണ്ടാവും. ഇനി ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് ഒരു റിങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് മൂടി വെച്ചിട്ട് ഒരു 60-70 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ടും ബേക്കായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിത് 2 ദിവസം വെച്ചതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.